ഏകദേശം 300ഓളം ആളുകളുണ്ടവർ. വനത്തിലൂടെ കടന്നു പോകുന്ന ഒരു റെയിൽവേ ട്രാക്കിലാണ് അവരിപ്പോൾ നിൽക്കുന്നത്. ആരും തന്നെ പരസ്പരം ഒട്ടും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. അവരെന്തോ ഒന്നിനെ കാത്തു നിൽക്കുകയാണ്. 1 മണിക്കൂർ കഴിഞ്ഞു, 2 മണിക്കൂർ കഴിഞ്ഞു, 3 മണിക്കൂർ കഴിഞ്ഞു. അവരുടെ നിൽപ്പിൽ ഒരു തരി മാറ്റവും സംഭവിക്കുന്നില്ല. കുറച്ച് സമയത്തിനുള്ളിലാണ് അവർ ആ ശബ്ദം കേട്ടത്. ഉടൻ തന്നെ ട്രാക്കിൽ നിൽക്കാത്തവർ ട്രാക്കിൽ കയറി നിന്നു. ട്രെയിനിന്റെ ശബ്ദം കൂടി വന്നു. അവരുടെ കണ്ണുകളിൽ ട്രെയിനിന്റെ ദൃശ്യം പ്രത്യക്ഷപ്പെട്ടു. ആ ദൃശ്യം പതിയെ പതിയെ വലുതായി വരുന്നതവർ കണ്ടു. തങ്ങളുടെ നേതാവിന്റെ ഒരു കമാൻഡിനായി അവർ കാത് കൂർപ്പിച്ചിരുന്നു. ട്രെയിൻ തങ്ങളുടെ തൊട്ടു മുൻപിലെത്തുവാൻ തുടങ്ങുന്നു. ഉടൻ തന്നെ നേതാവിന്റെ വായിൽ നിന്നും ശക്തമായ ഒരു ശബ്ദം ആ 300 ആളുകളുടെയും ചെവിയിലെത്തി. ഷൂട്ട്! ട്രെയിൻ തകർന്നിരിക്കുന്നു. അവരുടെ ആ ദൗത്യം പൂർത്തിയായിരിക്കുന്നു. അങ്ങനെ അവർ അവിടെ നിന്നും പോകുവാൻ തിരിച്ചു. പോകുവാൻ തുടങ്ങിയപ്പോഴാണ് അതിൽ ഒരു പയ്യൻ ഒന്ന് നിന്നത്. ഇത് നാം തന്നെയാണ് ചെയ്തതെന്ന് ഗവൺമെന്റ് എങ്ങനെ അറിയും? നമുക്കെന്തെങ്കിലും ഒരു സിഗ്നൽ കൊടുക്കണ്ടേ? ഉടൻ തന്നെ അവർ ആ ട്രെയിനിന്റെ അടുത്തേക്ക് പാഞ്ഞു. ശേഷം അവന്റെ ആ നേതാവിന്റെ പേരിന്റെ 3 അക്ഷരങ്ങൾ ട്രെയിനിൽ കൊത്തിവെക്കുവാൻ തുടങ്ങി. അന്നാണ് ഗുവേര ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടത്. അത്യാവശ്യം ധനികനായ ഒരു കുടുംബത്തിലായിരുന്നു ജനനം. പുസ്തകങ്ങളുടെ ഉള്ളിലായിരുന്നു ആ കുട്ടി കൂടുതൽ ആനന്ദം കണ്ടെത്തിയിരുന്നത്. ഏകദേശം 3000ഓളം പുസ്തകങ്ങളായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നത്. കാൾ മാക്സ്, ലെനിൻ, ജവഹർലാൽ നെഹ്റു തുടങ്ങിയ ഒട്ടനവധി നേതാക്കന്മാരുടെ പുസ്തകങ്ങൾ ആ കുട്ടിയെ ആഴത്തിൽ ചിന്തിപ്പിക്കുവാൻ തുടങ്ങിയിരുന്നു. സ്കൂളിൽ ഗുവേര ഒരു സാധാരണ വിദ്യാർത്ഥിയായിരുന്നില്ല. ഗണിതത്തിലും ശാസ്ത്രത്തിലും ഫിലോസഫിയിലും ഒരു കൊച്ചു പ്രഗത്ഭനായിരുന്നു. ആ കുട്ടിയുടെ ചോദ്യങ്ങൾ പലപ്പോഴും അധ്യാപകരെ ഉത്തരം മുട്ടിച്ചിരുന്നു. തന്റെ കൗമാരപ്രായത്തിലെത്തിയപ്പോഴാണ് ഗുവേര ആ തീരുമാനമെടുത്തത്. ഒരു ഡോക്ടറായി ജനങ്ങളെ സേവിക്കണം. അങ്ങനെ കലാലയത്തിൽ മെഡിക്കൽ ബിരുദം ഗുവേര സ്വന്തമാക്കി. പക്ഷേ മെഡിക്കൽ ജീവിതം തുടങ്ങുന്നതിന് മുൻപ് സഫലമാകാത്ത ചെറിയ ഒരു ആഗ്രഹം അദ്ദേഹത്തിലുണ്ടായിരുന്നു. അങ്ങനെ തന്റെ ഉറ്റ സുഹൃത്തായ ആൽബർട്ടോ ഗ്രനഡോയുമായി ഒരു വിനോദയാത്രയ്ക്ക് അവർ പ്ലാനിട്ടു. അതിനായി അവർ 2 പേരും കൂടി ചേർന്ന് ഒരു മോട്ടോർ സൈക്കിൾ വാങ്ങി. ആ വലിയ യാത്ര അവിടെ ആരംഭിച്ചു. ഗുവേരയ്ക്ക് അത് വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഇത്ര മനോഹരമായ ലോകമായിരുന്നോ പുറത്തുണ്ടായിരുന്നതെന്ന ചിന്തയായിരുന്നു അയാളിൽ അപ്പോഴുണ്ടായിരുന്നത്. പർവ്വതങ്ങളെ തൊട്ട മഞ്ഞു പുതച്ച റോഡുകൾ, അവിടുത്തെ ജീവന്റെ സംസ്കാരങ്ങൾ, പൂർണ്ണമായും വ്യത്യസ്തമായ ഭക്ഷണരീതി തുടങ്ങിയവയെല്ലാം ഗുവേരയുടെ ശരീരത്തെയും മനസ്സിനെയും സ്പർശിച്ചു. മാത്രവുമല്ല, ഈ ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരു ഡയറിയും ഗുവേര വാങ്ങിയിരുന്നു. തന്റെ ഓരോ അനുഭവങ്ങളും ആ ഡയറിയിൽ കുറിച്ചിടുന്നുണ്ടായിരുന്നു. എന്നാൽ തുടക്കം പോലെ ആയിരുന്നില്ല ഒടുക്കം. പെറുവിലെ ചില ഉൾനാടൻ ഗ്രാമങ്ങളിലെത്തിയപ്പോഴാണ് ഗുവേര അത് ശ്രദ്ധിക്കുവാൻ ആരംഭിച്ചത്. അവിടെയുള്ളവർ ജീവിക്കുന്നത് ദാരിദ്ര്യത്തിന്റെ വലിയ ഒരു അന്ധകാരത്തിലാണ്. രോഗബാധിതരായ പലരും പണത്തിന്റെ അഭാവം കാരണം രോഗത്തെ കാണാതെ നടിക്കുന്നു. തന്നെ കൊണ്ട് ചെയ്യുവാൻ കഴിയുന്ന ചികിത്സകളെല്ലാം ഗുവേര അവിടെ ചെയ്തു. എവിടെ നിന്നോ പ്രത്യക്ഷപ്പെട്ട ആ ചെറുപ്പക്കാരനെ നിറ കണ്ണുകളോടുകൂടിയല്ലാതെ ഗ്രാമീണർക്ക് നോക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ പിന്നീടുള്ള യാത്രകളിൽ ഈ കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ചു. ചിലയിടങ്ങളിൽ രോഗമായിരുന്നു പ്രശ്നമെങ്കിൽ ചിലയിടങ്ങളിൽ ഭക്ഷണമായിരുന്നു പ്രശ്നം. അത്രയും സമയം തന്റെ ജോലിയിൽ അഭിമാനിച്ചിരുന്ന ഗുവേര തന്റെ ജോലിയുടെ പരിമിതി അപ്പോഴാണ് തിരിച്ചറിയുന്നത്. പക്ഷെ ഗുവേരയ്ക്ക് തിരിച്ചറിയുവാൻ സാധിക്കാത്തത് അവരുടെ ഈ അവസ്ഥയ്ക്ക് പിന്നിലുള്ള കാരണമായിരുന്നു. അവർ യാത്ര പിന്നെയും തുടർന്നു.
പിന്നീടുള്ള യാത്രയിലാണ് ഗുവേര അത് ശ്രദ്ധിക്കുന്നത്. ഓരോ ഗ്രാമങ്ങൾക്കടുത്തായി വലിയ വലിയ ഫാക്ടറികൾ നിലകൊള്ളുന്നുണ്ട്. അതൊരു സാധാരണ കാര്യമായി അയാൾക്കപ്പോൾ തോന്നി. പക്ഷെ പെട്ടെന്നായിരുന്നു ഒരു ചിന്ത അയാളിലേക്ക് പ്രവേശിച്ചത്. എന്തുകൊണ്ട് ഫാക്ടറികളിൽ ഒരു പ്രശ്നവും നടക്കുന്നില്ല? സമ്പന്നരോട് മാത്രമുള്ള സർക്കാരിന്റെ കൂറ് അപ്പോഴാണ് അദ്ദേഹം തിരിച്ചറിയുന്നത്. ജനങ്ങളെ സംരക്ഷിക്കേണ്ട സർക്കാർ ജനങ്ങൾക്ക് ഉപദ്രവകാരിയായി മാറുന്ന കാഴ്ച ഗുവേരയുടെ ഹൃദയം തകർത്തു. തന്റെ വിനോദയാത്ര അവിടെ അവസാനിച്ചെങ്കിലും തന്റെ ജീവിതയാത്ര അവിടെ ആരംഭിക്കുകയായിരുന്നു. തന്റെ ലക്ഷ്യം മനസ്സിലായെങ്കിലും അതിനുള്ള മാർഗം ഗുവേരയ്ക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മെക്സിക്കോയിൽ ഒരു ഡോക്ടറായി അദ്ദേഹം ജോലി ആരംഭിച്ചു. നിരവധി നേതാക്കളെ പരിചയപ്പെടുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. അതിലൊരാളായിരുന്നു റൗൾ. അവർ രണ്ടുപേരുടെയും ചിന്താഗതികൾ ഏകദേശം ഒന്നുതന്നെയാണെന്ന് അവർ ഉടനെ തിരിച്ചറിഞ്ഞു. ചുരുങ്ങിയ കാലയളവിൽ തന്നെ അവർ വളരെ അടുത്ത സുഹൃത്തുക്കളായി മാറി. ആ ഒരു വേളയിൽ തന്നെയാണ് റൗൾ അവരുടെ രഹസ്യ പ്രൊജക്റ്റിനെക്കുറിച്ച് ഗുവേരയോട് സംസാരിക്കുന്നത്. സമ്പന്നരുടെ മിത്രവും സാധാരണക്കാരുടെ ശത്രുവുമായ ഒരു ക്യൂബൻ സ്വേച്ഛാധിപതിയെ താഴെ ഇറക്കാനാണ് ഞങ്ങളുടെ പദ്ധതി. അതിനുള്ള പ്ലാനുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. താൽപ്പര്യമുണ്ടെങ്കിൽ രാത്രി 11 മണിക്ക് എൻ്റെ സഹോദരനെ, അതായത് ഞങ്ങളുടെ നേതാവിനെ ഒന്ന് പരിചയപ്പെടാം. റൗളിൻ്റെ ആ ക്ഷണം ഗുവേരയിൽ ഒരു ജിജ്ഞാസ ഉണർത്തി. അവിടെ നിരവധി ആളുകളുണ്ടായിരുന്നു. എല്ലാവരും പരസ്പരം സംസാരിച്ച് ജോലികൾ ചെയ്യുകയായിരുന്നു. ഗുവേരയെ കണ്ട ഉടൻ തന്നെ റൗൾ അടുത്തേക്ക് പാഞ്ഞെത്തി. റൗളിനോട് സംസാരിക്കുമ്പോൾ ഗുവേരയുടെ കണ്ണുകൾ ആ നേതാവിനെ തിരയുകയായിരുന്നു. ചുറ്റുമുള്ള കൂട്ടത്തിനിടയിൽ അദ്ദേഹം ഉണ്ടാകുമെന്ന് ഗുവേരയ്ക്ക് ഉറപ്പായിരുന്നു. എന്നാൽ പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. അതുവരെയും സംസാരിച്ചും തമാശ പറഞ്ഞും നിന്നിരുന്ന ആളുകൾ നിശബ്ദരാകുവാൻ തുടങ്ങുന്നു. ഒരുതരം നിശബ്ദത അവിടെ വ്യാപിച്ചു. ആ നിശബ്ദതയ്ക്ക് പിന്നിലെ മറ്റൊരു ശബ്ദം അവിടേക്ക് കടന്നു വരുന്നുണ്ടായിരുന്നു. ഗുവേരയുടെ ഹൃദയമിടിപ്പ് കൂടി വന്നു. ഉടനടി റൗൾ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് നിന്നു. നേതാവ് അടുത്തെത്താറായിരിക്കുന്നു. എഴുന്നേൽക്കണ്ട എന്ന് വിചാരിച്ച ഗുവേര താൻ പോലും അറിയാതെ അപ്പോൾ എഴുന്നേറ്റ് നിന്നുപോയി. അടുത്തെത്തിയ ശേഷം തന്റെ പേര് പറഞ്ഞു: ഫിഡൽ കാസ്ട്രോ. കാസ്ട്രോയുടെ ക്ഷണം സ്വീകരിക്കുവാൻ ഗുവേരയ്ക്ക് അധികം ആലോചിക്കേണ്ടി വന്നില്ല. അങ്ങനെ ഗുവേര അവരിൽ ഒരാളായി മാറി. ഒരു ഡോക്ടറുടെ പ്രവർത്തനമായിരുന്നു അവിടെ ഗുവേര ചെയ്തിരുന്നത്. അതുകൊണ്ടുതന്നെ ക്യാമ്പിലെ എല്ലാവർക്കും ഗുവേരയെ അറിയാമായിരുന്നു. മാത്രവുമല്ല, മറ്റൊരു പ്രത്യേകതയും ഗുവേരയ്ക്കുണ്ടായിരുന്നു. ഗുവേര സഖാക്കളെ എല്ലാവരെയും ചേ എന്നാണ് വിളിച്ചിരുന്നത്. അർജന്റീനയിൽ സുഹൃത്ത് എന്നർത്ഥം വരുന്ന ഒരു പ്രയോഗമായിരുന്നു ചേ. അന്ന് ഫിഡൽ കാസ്ട്രോ ക്യാമ്പിലുണ്ടായിരുന്നില്ല. എന്തോ ചില ആവശ്യങ്ങൾക്കായി പുറത്തു പോയിരിക്കുകയായിരുന്നു. നിശബ്ദതയുടെ ഒരു ആവരണം അവർക്ക് ചുറ്റുമുണ്ടായിരുന്നു. എന്നാൽ ആ ആവരണം തകർത്താണ് ഒരു എഞ്ചിൻ മുഴക്കം അനുയായികളുടെ ചെവിയിലെത്തിയത്. വരുന്നത് മിത്രമല്ല എന്നവർക്ക് മനസ്സിലായി. ഉടൻ തന്നെ അവർ എല്ലാവരും ഒത്തുകൂടി. ചെറിയ ചർച്ചയ്ക്ക് ശേഷം പല പല ദിശയിലേക്ക് അവർ മറയുവാൻ തുടങ്ങി. മണിക്കൂറുകൾ കഴിഞ്ഞു. ക്യാമ്പിന്റെ ഭാഗത്തു നിന്നും ശബ്ദമൊന്നും കേൾക്കുന്നില്ല. അവർ തിരിച്ചു പോകുന്ന ശബ്ദവും കേട്ടില്ല. പെട്ടെന്നാണ് അവരിൽ ഒരാൾക്ക് ആ ചിന്ത വന്നത്. തിരക്കിനിടയിൽ പുതുതായി വന്ന ഡോക്ടറും ചികിത്സയിലുള്ള 7 സഖാക്കളെയും രക്ഷിക്കുവാൻ മറന്നിരിക്കുന്നു. പക്ഷേ ഫിഡൽ കാസ്ട്രോ എത്തേണ്ട സമയമായിട്ടുമുണ്ട്. കാസ്ട്രോ എത്തിയിട്ടുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തും. എത്തിയില്ലെങ്കിൽ ഭയം അവരുടെ ശരീരം ആസകലം അലട്ടി. കുറച്ച് സമയത്തിനു ശേഷം അവർ പതിയെ ക്യാമ്പിലേക്ക് വരുവാൻ തുടങ്ങി. എന്നാൽ അവർ അപ്പോൾ കണ്ട കാഴ്ച അവരെ വിസ്മയിപ്പിച്ചു. മെഡിക്കൽ ക്യാമ്പിൽ 7 രോഗികളുടെ കൂടെ ചില അതിഥികൾ താഴെ കിടക്കുന്നു. ഡോക്ടറുടെ പതിവ് വൈദ്യോപകരണങ്ങൾ അദ്ദേഹത്തിന് മുൻപിൽ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ പതിവിൽ നിന്നും വ്യത്യസ്തമായി ആ ഒരു സംഭവത്തിനു ശേഷം അവർ ഗുവേരയെ ചേ എന്ന് വിളിക്കുവാൻ ആരംഭിച്ചു. അങ്ങനെ ഗുവേര അവരുടെ സ്വന്തം ചെഗുവേരയായി മാറി. ക്യൂബൻ നേതാവിനെതിരെയുള്ള പോരാട്ടത്തിനായി അവർ പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. ഏകദേശം 80ഓളം സഖാക്കളുമായി അവർ ക്യൂബയിലേക്ക് കപ്പൽ തിരിച്ചു.
ചെഗുവേരയുടെ ആദ്യത്തെ പ്രവർത്തനമാണ്. എന്നാൽ അതിൻ്റെ ഭയം ഒട്ടും തന്നെ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നില്ല. മാസങ്ങളോളമുള്ള മിലിറ്ററി ട്രെയിനിങ് ആയിരുന്നു അതിൻ്റെ കാരണം. കപ്പൽ കരയിലേക്ക് അടുക്കാറായിരിക്കുന്നു. എന്തോ ഒരു അസ്വാഭാവികത കാസ്ട്രോ മണത്തു. അസാധാരണമായ ഒരു നിശബ്ദത കരയിൽ തങ്ങി നിൽക്കുന്നു. ആളുകൾ ആരെയും കാണുന്നില്ല. പേടിപ്പെടുത്തുന്ന ഒരു വിജനത. ആയുധം കയ്യിലെടുത്ത് പിടിക്കുവാനുള്ള സിഗ്നൽ കാസ്ട്രോ സഖാക്കൾക്ക് നൽകി. എന്നാൽ അതിനു മുൻപ് തന്നെ അത് സംഭവിച്ചു. കരഭാഗം മുഴുവൻ ക്യൂബൻ പോലീസ് വളഞ്ഞിരിക്കുന്നു. ഉടൻ തന്നെ കാസ്ട്രോ കടലിലേക്ക് ചാടി രക്ഷപ്പെടുവാനുള്ള സിഗ്നൽ സഖാക്കൾക്ക് നൽകി. നിരവധി പേർ ചാടി, നിരവധി പേർ മരണപ്പെട്ടു, നിരവധി പേർ പിടിക്കപ്പെട്ടു. രക്ഷപ്പെട്ടവരെല്ലാം ക്യൂബയിലെ ഒരു പർവ്വത നിരയിലേക്കാണ് എത്തിയത്. അവരുടെ ആവേശം 10 മടങ്ങായി താഴ്ന്നുപോയിരുന്നു. സുഹൃത്തുക്കളുടെ മരണം അവരെ കാര്യമായി തന്നെ ബാധിച്ചു. ദുഃഖമെന്ന വികാരം അവരുടെ ശരീരത്തെ തളർത്തി. ചെഗുവേരയും വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. പരാജയം അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നേയില്ല. ഇതിപ്പോ തുടങ്ങുന്നതിന് മുൻപ് തന്നെ. പക്ഷേ ഫിഡൽ കാസ്ട്രോയെ ഇതൊന്നും ബാധിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ രോമത്തിൽ പോലും ആ സംഭവം തൊട്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് നമ്മൾ ഒരു അഗ്നിപരീക്ഷയെ അഭിമുഖീകരിച്ചിരിക്കുന്നു. നമ്മുടെ ധീരരായ ചിലർ വീണു. നിർഭയരായി നിന്ന ആ ധീരരായ സഖാക്കളുടെ വേർപാടിൽ നമ്മുടെ ഹൃദയം വേദനിക്കുന്നു. അവരുടെ അഭാവം നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു ശൂന്യത സൃഷ്ടിക്കുന്നു. പക്ഷെ ഒരിക്കലും മനസ്സിനെ പതറാൻ അനുവദിക്കരുത്. കാരണം വിപ്ലവത്തിന്റെ തീജ്വാലകളാൽ അടയാളപ്പെടുത്തിയ നമ്മുടെ യാത്ര ഒരിക്കലും എളുപ്പമുള്ള വിജയങ്ങൾ തരില്ല. ഓർക്കുക, പ്രഭാതത്തിന് തൊട്ടു മുൻപുള്ള രാത്രി ഇരുണ്ടതാണ്. ഇന്ന് നമ്മൾ ഇരുട്ടിനെ അഭിമുഖീകരിച്ചെങ്കിലും നാം കൊതിക്കുന്ന പ്രഭാതം വിദൂരമല്ല. നമ്മുടെ ഈ ദൗത്യം അവരെങ്ങനെയോ മുൻകൂട്ടി അറിഞ്ഞിരിക്കുന്നു. അതിനർത്ഥം നമ്മുടെ രീതികൾ ഒന്ന് ചെറുതായി മാറ്റേണ്ടിയിരിക്കുന്നു എന്ന് മാത്രം. ശേഷം മണിക്കൂറുകൾ നീണ്ട ആലോചനയിലേക്ക് ഫിഡൽ കാസ്ട്രോ പോയി. കുറെ സമയങ്ങൾക്ക് ശേഷം ചെഗുവേര കാസ്ട്രോയുടെ അടുക്കലെത്തി. നമുക്കിനി ഒരിക്കലും ശത്രുവിനെ നേർക്ക് നേരെ നേരിടുവാൻ കഴിയില്ല. കാരണം നമ്മുടെ അംഗസംഖ്യ ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. ഇനി ഒരേ ഒരു മാർഗമേ നമ്മുടെ മുൻപിലുള്ളൂ. പ്രാചീന കാലത്തെ ഒരു യുദ്ധതന്ത്രമാണിത്. ചെറുതും ശക്തവുമായ കൂട്ടമായി നാം ശത്രുവിൻ്റെ ദുർബലമായ പോയിന്റുകളിൽ അടിക്കുന്നു. തുടർന്ന് ജനങ്ങളുടെ നിഴലുകളിലേക്ക് നാം അപ്രത്യക്ഷമാകുന്നു. തിരിച്ച് പ്രതികരിക്കുവാൻ കഴിയാത്ത ശത്രുവിൽ ഒരു പരിഭ്രാന്തി ഉണ്ടാകുന്നു. ആ പരിഭ്രാന്തി കാലക്രമേണ വലുതാകുന്നു. അങ്ങനെ ഭയമെന്ന വികാരം കാരണം അവർ കീഴടങ്ങുന്നു. ചേയുടെ ആശയം കാസ്ട്രോയ്ക്ക് ബോധിച്ചു. അങ്ങനെ ഒളിപ്പോരെന്നർത്ഥം വരുന്ന ഗൊറില്ല വാർഫെയർ അവിടെ ആരംഭിച്ചു. ക്യൂബൻ ജനങ്ങളുടെ പ്രതീക്ഷിക്കാത്ത ഒരു പിന്തുണ അവർക്ക് ലഭിച്ചു. അവരുടെ സംഘത്തിന്റെ എണ്ണം വലിയ തോതിൽ തന്നെ വർദ്ധിച്ചു. ഒരു ടീം കാസ്ട്രോയും ഒരു ടീം ചേയുമായിരുന്നു നയിച്ചിരുന്നത്. ഗവൺമെന്റ് സ്ഥാപനങ്ങളെയും സേവനങ്ങളെയും അവർ വലിയ തോതിൽ തന്നെ ആക്രമിക്കുവാൻ ആരംഭിച്ചു. പതിയെ പതിയെ ക്യൂബയിലെ നഗരങ്ങളുടെ നിയന്ത്രണം പിടിച്ചെടുക്കുവാൻ അവർ തുടങ്ങി. പക്ഷേ ക്യൂബൻ ഗവൺമെന്റിനെ ബാധിച്ച യഥാർത്ഥ പ്രശ്നം ഇതൊന്നുമായിരുന്നില്ല. അതുവരെയും പിന്തുണച്ചിരുന്ന അമേരിക്ക തങ്ങളുടെ പിന്തുണ പിൻവലിച്ചു. അമേരിക്കയുടെ നീക്കം ക്യൂബൻ ഗവൺമെന്റിനെ മാനസികമായി തളർത്തി. എന്തോ വലുത് സംഭവിക്കുവാൻ പോകുന്നു എന്ന ഭയം ക്യൂബൻ ഗവൺമെന്റിന്റെ സന്തുലിതാവസ്ഥ തെറ്റിച്ചു. ഭയം അവരെ കാർന്നു തിന്നുവാൻ തുടങ്ങി. അങ്ങനെ 6 വർഷത്തെ ഒളിപ്പോരിന് ഒരു തിരശീല വീണു. നേതാവായ ഫുൾഗാൻസിയോ ബാറ്റിസ്റ്റ തന്റെ പരാജയം സമ്മതിച്ചു. ക്യൂബൻ ജനങ്ങൾ സന്തോഷത്തിൽ നിറഞ്ഞാടി. ഫിഡൽ കാസ്ട്രോയെയും ചെഗുവേരയും അവർ ദൈവത്തെ പോലെ കാണുവാൻ തുടങ്ങി. ശേഷം ഫിഡൽ കാസ്ട്രോ ക്യൂബയുടെ പ്രസിഡന്റായി സ്ഥാനമേറ്റു. ചെഗുവേര രാജ്യത്തിന്റെ വ്യവസായ മന്ത്രി, ബാങ്ക് പ്രസിഡന്റ്, അങ്ങനെ നിരവധി സ്ഥാനങ്ങൾ വഹിച്ചു. അതിലൂടെ ക്യൂബയിലെ സാമ്പത്തിക സമത്വം അദ്ദേഹം തിരുത്തിയെഴുതി. പിന്നീട് ഈ സംഭവം ചരിത്ര പുസ്തകങ്ങളിൽ ഇടം പിടിക്കുവാൻ തുടങ്ങി. ചരിത്രകാരന്മാർ ഇതിനെ ഒരു പേരിട്ട് വിളിക്കുവാനും തുടങ്ങി: ക്യൂബൻ വിപ്ലവം. ഏകദേശം 1 വർഷത്തിനു ശേഷം ക്യൂബയിലെ തന്റെ സേവനം പൂർത്തിയായി എന്ന് ചെഗുവേരയ്ക്ക് മനസ്സിലായി. കാരണം തന്റെ ലക്ഷ്യം ക്യൂബയല്ല, ലോകമാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അങ്ങനെ 1960-ൽ തന്റെ പദവികളെല്ലാം ഉപേക്ഷിച്ച് ചെഗുവേര ക്യൂബ വിട്ടു. 1960-ലാണ് ബെൽജിയത്തിൽ നിന്നും കോങ്കോ സ്വതന്ത്രമായത്. അതുവരെയും കുഴപ്പമില്ലാതെ പോയിരുന്ന കോങ്കോയിൽ സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് കുഴപ്പങ്ങളുണ്ടായത്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കൊല്ലപ്പെട്ടു. അതിനുശേഷം രാജ്യത്തെ സൈനികർ ഭരണമേറ്റെടുക്കുവാൻ ആരംഭിച്ചു. ഇത് കൂടുതൽ അടിച്ചമർത്തലിന് കാരണമായി.
എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ജനങ്ങൾ ദുരിതം അനുഭവിക്കുവാൻ തുടങ്ങി. കോങ്കോയിലേക്കുള്ള ചെഗുവേരയുടെ ആഗമനം അതീവ രഹസ്യമായി ആയിരുന്നു. ക്യൂബയിലെ വിജയം അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തിൽ വലിയ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നു. എത്തിയ ഉടൻ തന്നെ അദ്ദേഹം തന്റെ പതിവ് ജോലികൾ ആരംഭിച്ചു. ഗറില്ല തന്ത്രം തന്നെ ഉപയോഗിക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. എന്നാൽ തുടങ്ങിയ അവസരത്തിൽ തന്നെ വലിയ ഒരു പ്രശ്നം ചെ മുന്നിൽ കണ്ടു. അവരുടെ ഭാഷ തനിക്കും തന്റെ ഭാഷ അവർക്കും സംസാരിക്കുവാൻ കഴിയില്ല. തന്റെ പരിശീലനങ്ങളെ വലിയ തോതിൽ തന്നെ അത് ബാധിച്ചു. മാത്രവുമല്ല, ക്യൂബൻ വിപ്ലവകാരികളിൽ കണ്ട അച്ചടക്കവും പ്രതിബദ്ധതയും ഇവിടുത്തെ പോരാളികൾക്കില്ലെന്ന് ചെ മനസ്സിലാക്കി. ശേഷം ആക്രമണം ആരംഭിച്ചു. സാഹചര്യങ്ങൾ തങ്ങൾക്കെതിരാണെങ്കിലും വളരെയധികം പ്രതീക്ഷ ചെഗുവേരയ്ക്കുണ്ടായിരുന്നു. എന്നാൽ അവയെല്ലാം തെറ്റി. ആക്രമണങ്ങൾ ഒന്നും തന്നെ വിജയം കണ്ടില്ല. ഏകദേശം 7 മാസത്തോളം അവർ പ്രയത്നിച്ചു. പക്ഷേ ഒന്നിൽ പോലും വിജയം കണ്ടില്ല. ഇതേ അവസ്ഥയിൽ പോവുകയാണെങ്കിൽ വിജയമുണ്ടാവില്ല എന്ന് ചെഗുവേരയ്ക്ക് മനസ്സിലായി. അങ്ങനെ കോങ്കോയിൽ നിന്നും പരാജയമേറ്റ് ചെ മടങ്ങി. ശേഷം തന്റെ പരാജയത്തിന്റെ കാരണങ്ങൾ അദ്ദേഹം അനലൈസ് ചെയ്യുവാൻ ആരംഭിച്ചു. കാരണം തന്റെ അടുത്ത നീക്കം അതനുസരിച്ചാകണം ആസൂത്രണം ചെയ്യേണ്ടതെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. ബൊളീവിയ തെരഞ്ഞെടുത്തതിന് ഒരു പ്രത്യേക കാരണമുണ്ടായിരുന്നു. തെക്കേ അമേരിക്കയിലെ തന്ത്രപ്രധാനമായ ഒരു രാജ്യമാണ് ബൊളീവിയ. ഇത് നിരവധി രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നു. അതുകൊണ്ടുതന്നെ ബൊളീവിയയിലെ നടക്കാൻ പോകുന്ന വിപ്ലവം അയൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുവാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. കാലക്രമേണ ഭൂഖണ്ഡത്തിലുടനീളം സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം സൃഷ്ടിക്കുവാൻ ഇത് സഹായിക്കുകയും ചെയ്യും. ദുരിതമനുഭവിക്കുന്ന കർഷകരുടെയും ഖനിത്തൊഴിലാളികളുടെയും കൂടെയായിരുന്നു അവിടുത്തെ അദ്ദേഹത്തിന്റെ ദൗത്യം. നിരവധി പേരെ മാനസികമായും ശാരീരികമായും ചെ പരിശീലിപ്പിച്ചു. ഒരു ചെറിയ വെല്ലുവിളിയായി ചേയ്ക്ക് തോന്നിയത് അവിടുത്തെ ഭൂപ്രദേശമാണ്. ഗറില്ല യുദ്ധത്തിന് ആ ഭൂപ്രദേശം കുറച്ച് പ്രശ്നമായിരുന്നു. പക്ഷേ ഈ ഒരു പ്രശ്നത്തിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ചെ മുൻപോട്ടു പോയി. മാസങ്ങൾക്ക് ശേഷം അവർ ആക്രമണം ആരംഭിച്ചു. വളരെയധികം ദുർബലമായ ഒരു ഗവൺമെന്റാണ് ബൊളീവിയയിലുള്ളത്. അതുകൊണ്ടുതന്നെ ആക്രമണങ്ങളെല്ലാം അവർ വിജയിക്കുവാൻ തുടങ്ങി. എന്നാൽ ദിവസങ്ങൾക്ക് ശേഷമാണ് ചെ അത് ശ്രദ്ധിക്കുന്നത്. ഗവൺമെന്റിന്റെ ആയുധബലത്തിലും ആൾബലത്തിലും ചെറിയ ചെറിയ വ്യത്യാസം വരാൻ തുടങ്ങിയിരിക്കുന്നു. അതായത് അവർ ശക്തരാകാൻ തുടങ്ങിയിരിക്കുന്നു. നിരവധി ദിവസത്തെ നിരീക്ഷണത്തിന് ശേഷമാണ് അതിന്റെ രഹസ്യം ചെ കണ്ടുപിടിച്ചത്. അമേരിക്കയുടെ CIA ബൊളീവിയൻ ഗവൺമെന്റിനെ സഹായിക്കാൻ തുടങ്ങി. പക്ഷേ എന്തിന്? വലിയ ഒരു പരിക്ക് കാരണം വിശ്രമത്തിലായിരുന്നു ചെഗുവേര. ഒളിവിലാണ് താമസം. തന്റെ സംഘം പല സ്ഥലങ്ങളിലായി ആക്രമണം നടത്തുന്നുണ്ട്. ശാന്തമായ ഈ ഒരു വിശ്രമം അദ്ദേഹം പൂർണ്ണമായും ആസ്വദിച്ചു. എന്നാൽ പെട്ടെന്നായിരുന്നു ആ ശബ്ദം അദ്ദേഹത്തിന്റെ കാതിലെത്തിയത്. CIA തന്റെ ഇടം പൂർണ്ണമായും വളഞ്ഞിരിക്കുന്നു. അവരുടെ സഹായത്തിന്റെ രഹസ്യം അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. ആക്രമിക്കുവാൻ പറ്റിയ ഒരു അവസ്ഥയിലായിരുന്നില്ല ചെഗുവേര. അവർ ഉടൻ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. പുറം ലോകത്തോട്ട് ഈ വാർത്ത എത്തിയിട്ടുണ്ടായിരുന്നില്ല. എത്തിയാൽ എളുപ്പത്തിൽ തന്നെ ചെഗുവേര പുറത്തിറങ്ങും എന്നവർക്കറിയാമായിരുന്നു. അതുകൊണ്ടുതന്നെ ഉടനടി മറ്റൊരു കാര്യവും അവർക്ക് ചെയ്തു തീർക്കുവാനുണ്ടായിരുന്നു. പിറ്റേ ദിവസം തന്നെ അവർ വലിയ ഒരു ഞെട്ടലോടെയാണ് ലോകം ആ വാർത്ത കേട്ടത്. ലോകമെമ്പാടുമുള്ള പല ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും, പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്ക, ആഫ്രിക്ക എന്നിവിടങ്ങളിൽ വലിയ രീതിയിൽ ദുഃഖാചരണം നടന്നു. ക്യൂബൻ ജനങ്ങൾക്കിടയിൽ ഒരു വിങ്ങലായിരുന്നു ആ വാർത്ത. ക്യൂബയുടെ നേതാവായ ഫിഡൽ കാസ്ട്രോ ചെയുടെ മരണത്തിൽ പരസ്യമായി തന്നെ ദുഃഖം രേഖപ്പെടുത്തി. മറ്റ് നേതാക്കൾ അവരുടെ രാജ്യത്തിനു വേണ്ടി പോരാടിയപ്പോൾ ചെഗുവേര ലോകത്തിനു വേണ്ടി പോരാടി. അതുകൊണ്ടുതന്നെ ലോകത്തിലെ വൻകിട ശക്തികൾക്ക് അവൻ ഭീഷണിയായി മാറി. അവരിൽ ഭയം ജനിച്ചു. ആ ഭയം കാരണം അവരവനെ കൊന്നു. പക്ഷെ അവനെ കൊന്നവർക്ക് ഗുരുതരമായ തെറ്റിദ്ധാരണയാണ് ഉണ്ടായിരിക്കുന്നത്. അവർ വിചാരിച്ചു അവനെ കൊന്നാൽ അവർ കൊല്ലുന്നത് അവന്റെ ആശയങ്ങളെയാണെന്ന്, അവന്റെ ആദർശങ്ങളെയാണെന്ന്, അവന്റെ ഉള്ളിലെ വിപ്ലവമാണെന്ന്. പക്ഷേ അവർക്ക് തെറ്റുപറ്റി. കാരണം ചെഗുവേരയ്ക്ക് മരണമില്ല. അവൻ കൊളുത്തിയ വിപ്ലവത്തിന്റെ തീ മനുഷ്യരുടെ ഇടയിൽ നിന്നും പോവുകയുമില്ല. ഓരോ ചെറുത്തുനിൽപ്പിലും, നീതിക്ക് വേണ്ടിയുള്ള ഓരോ പോരാട്ടത്തിലും, സ്വാതന്ത്ര്യത്തിനായി കൊതിക്കുന്ന ഓരോ ഹൃദയത്തിലും ചെഗുവേര ജീവിക്കും.